അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാറിപ്പോകുന്ന ഒരു സംഭവം ആരാണ് ഡെപ്റ്റർ, ആരാണ് ക്രെഡിറ്റർ. ഇനി ആ ടെൻഷൻ വേണ്ട, വെറും മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നു ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. നേരെ വീഡിയോയിലേക്ക്. എടാ, ആരാ ഡെപ്റ്റർ, ആരാ ക്രെഡിറ്റർ? നിങ്ങൾ ചിന്തിക്കൂട്ടോ. ഒരു ബിസിനസ് ഉണ്ട്, ഇതാ ഈ ഒരു ചതുരമാണ് ഒരു ബിസിനസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ബിസിനസിന്റെ മുതലാളിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ബിസിനസിന്റെ മുതലാളിയാണ്. നിങ്ങളുടെ ബിസിനസ്സിലോട്ട് ഒരുത്തൻ അല്ലെങ്കിൽ വേറൊരു ബിസിനസ് കുറച്ച് പൈസ തരാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 5000 രൂപ തരാനുണ്ട്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിലോട്ട് ഒരുത്തൻ അല്ലെങ്കിൽ വേറൊരു ബിസിനസ് നിങ്ങൾക്കൊരു 5000 രൂപ ഇങ്ങോട്ട് തരാനുണ്ട്, ബിസിനസ്സിലോട്ട് ഇങ്ങോട്ട് തരാനുണ്ട്. അപ്പൊ അവൻ ആരാ? നമുക്ക് പണം തരാനുള്ളവനാ. അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാറേ ഡെപ്റ്റർ. ഡെപ്റ്റർ. ഓക്കെ, ബിസിനസ്സിൽ ഇങ്ങോട്ട് പണം തരാനുള്ളവരാണ്. ചിലപ്പോൾ നമ്മൾ കടത്തിന് എന്തെങ്കിലും സാധനം അവന് വിറ്റിട്ടുണ്ടാകാം. അപ്പൊ അവൻ അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങോട്ട് പണം തരാനായത്. എങ്ങനെ ആയിക്കോട്ടെ, ബിസിനസ്സിന് ഇങ്ങോട്ട് പണം തരാനുള്ളവരെ നമ്മൾ ഡെപ്റ്റർ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇങ്ങോട്ട് തരാനുള്ള അവനെ നമ്മളുടെ ബിസിനസ് ഒരു അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു സ്വത്താണ് അല്ലേ? കാരണം ഇങ്ങോട്ട് പണം തരാനുള്ള ഒരു മനുഷ്യനാണ്, നമ്മുടെ സ്വത്താണ്. ഇനി നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചേ, ബിസിനസ് വേറെ ആർക്കോ അങ്ങോട്ട് കുറച്ച് പണം കൊടുക്കാനുണ്ട്. അതായത് നിങ്ങളുടെ ബിസിനസ് ആരിൽ നിന്നോ കടം മേടിച്ചതോ അല്ല ആരിൽ നിന്നോ കടത്തിന് എന്തെങ്കിലും സാധനം മേടിച്ചതോ ആയിരിക്കാം. നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു 10000 രൂപ ആർക്കോ കൊടുക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ആരോ ആണ്. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാറേ ക്രെഡിറ്റർ. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റർ. അപ്പൊ ബിസിനസ് എന്ത് ചെയ്യും? ക്രെഡിറ്റർ എന്ന് കേട്ടാൽ ഓടണം. എന്തുകൊണ്ടാ? ബിസിനസ് അയാൾക്ക് എന്തോ പൈസ കൊടുക്കാനുണ്ട്. അയ്യോ ക്രെഡിറ്റർ, അയ്യോ ക്രെഡിറ്റർ, അങ്ങനെ ചിന്തിക്കണം. ഓക്കെ, അപ്പൊ അതൊരു ബാധ്യതയാ, അസറ്റ് അല്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ അതൊരു ലയബിലിറ്റി ആയിട്ട് വേണം കണക്കാക്കാൻ. എന്താണ് സാറേ? ക്രെഡിറ്റർ ഒരു ലയബിലിറ്റി ആണ്. അപ്പൊ എന്താണ് ഡെപ്റ്റർ, എന്താണ് ക്രെഡിറ്റർ എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോസ് പിന്നെയും കാണാം. തൽക്കാലത്തേക്ക് ബൈ.